അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. മുജാഹിദ് പ്രസ്ഥാനം എന്ന ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് ലോകത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മഹാസദസ്സൊരുക്കിയ ലോകത്തിന്റെ നാഥന് സർവസ്തുതിയും. അള്ളാഹുവിന്റെ ദീനിനെ പൊളിച്ചടക്കുന്ന പൂർവികരായ സലഫികൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ തനിക്കെതിരെയോ താൻ ഉണ്ടാക്കിയ കെട്ടിപ്പടുത്ത കോക്കസിനെയോ തകർക്കുന്ന പരാമർശം ആര് നടത്തിയാലും അവരെ എവിടെ വെച്ചാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ അവർക്കെതിരെ ആക്രോശിക്കുന്ന ഈ മനുഷ്യനെ പരസ്യമായി മൈക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ സർവാധിനാഥനായ പടച്ചതമ്പുരാനെ സ്തുതിക്കാൻ നാം ഈ സന്ദർഭം ഒരിക്കലും മറന്നുപോകാതെ. മുജാഹിദ് തറവാട്ടിൽ പിറന്ന വ്യക്തിയാണ് ഞാൻ. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദ്യകാലത്തെ 10 പ്രസിഡന്റുമാരിൽ 9 പേരും മുജാഹിദായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ ആ പ്രസ്ഥാനവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വ്യക്തമാണ്. അപ്പുറത്തെ ഭാഗത്ത് ഒരു കൂട്ടം, 2 വശമാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പിടിച്ച് ജാഹിലിയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. Surah Hijr, chapter number 15, that in the Quran there is healing for mankind. So Quran itself is ruqya. Surah Fatiha also. So in this, if anyone is possessed, there are specialists of possession of them. How they are heart specialists, there are brain specialists. So in Islam, there are specialists who are specialized in how the ruqya should be done by a person who is possessed. How to do ruqya is mentioned in the Sahih Hadith. How it should be done? You should go to a person who specialized in ruqya. So ruqya means the treatment for a person who possesses black magic or with jinn. And there are various Sahih Hadith who speak. But be careful, do not go to those people who deviate. നബിയോടാ പറഞ്ഞേ, നിങ്ങൾ ശിർക്ക് ചെയ്ത നിങ്ങൾ അമല് പൊളിഞ്ഞു. അപ്പൊ ശിർക്കിൽ ആർക്കും പ്രത്യേകതയില്ല. ഈസാ നബിയുടെ വരുന്നതന്നെ തൗഹീദിന്റെ സംസ്ഥാപനത്തിന്. ആ ഈസാ നബി അലൈഹിസ്സലാം വരെ ജാറത്തിന്റെ സമീപത്ത് പോയി വിളിക്കുമെങ്കിൽ എന്തിനാ വിളി? ഇമാമിങ്ങൾ പറഞ്ഞു, സഹായം തേടുക, ഇൽമ കിട്ടണം. ഇൽമിനുള്ള സഹായം തേടണം. റൂഹുൽ മആനി എടുത്തു നോക്ക്, അൽ ഹാബിലിൽ ഫതാബ് എടുത്തു നോക്ക്. ആ ഹദീത്ത് ഇയാളെന്ന് പറഞ്ഞു നിർവാക്കിയാൽ നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. കേട്ടോളൂ നിങ്ങൾ. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സ്വലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലനൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹനാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിദന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ ഖാമ അലാ ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. ഹബീബ് റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വഫാത്തായി റസൂൽ, വഫാത്തായി എന്നോ വഫാത്തായി, ഈസാ നബി വന്നിട്ട് കൂടിയില്ല. അപ്പൊ ഒരു മോനെ ഉസ്താദ് വരാനുള്ളതല്ലേ മോനെ, ശിർക്കിൽ മാലി മുസ്തഖ്ബിലും ഇല്ല, അതിൽ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒന്നും ഇല്ല. അതെന്താണെന്നറിയോ? അത് ഏത് കാലത്ത് ശിർക്കാണോ? പറ്റൂല. അപ്പൊ ഉസ്താദ് അത് ദഈഫ് ആണോ ഹദീസ്? ഇനിയിപ്പോ അതായിരിക്കും വേറെ എന്ത് കേട്ടാലും ദഈഫാണല്ലോ. പണ്ട് നമ്മളെ ആ മഖാമു ഇബ്രാഹിം, ആ കല്ലുണ്ടല്ലോ, അക്കത്തെ കല്ല്, ഇബ്രാഹിം മുസല്ല, ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കണം എന്നുള്ളതിന് നമ്മൾ ഇത് തെളിവായി ഓതി വത്തഖിദു. അപ്പൊ ഒരു മൗലവി പറഞ്ഞു അതിനകത്ത് ദഈഫാണല്ലോ. അപ്പോഴാ നമ്മൾ പറഞ്ഞു ചങ്ങാതി ഖുർആന, അത് ഹദീസല്ല. അപ്പോഴാ ഓർത്ത് തന്നെ. അപ്പൊ എന്ത് കേട്ടാലും ദഈഫ് എന്നൊരു പറച്ചിലുണ്ട്. ഇത് നമ്മള്
എല്ലാ ഹദീസും കൊണ്ടുവരലും ഒരു വാദപ്രതിവാദത്തിലാണ്. അതാണ് അങ്ങനെ ഉണ്ടാവില്ല. ഈ ആയിബാദുള്ള മൂവാറ്റുപുഴയിലല്ലേ നമ്മൾ കൊണ്ടുവന്ന് വസ്അൽമൻ അർസലിനെ കൊട്ടപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ആ വഹാബിയൻ ചോദിക്കും, നിങ്ങളെ തെളിവ് ഇങ്ങനെ മാറുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എത്രങ്ങാനും തെളിവ് ഇനി വരാനുണ്ട്, ധൈര്യമുണ്ടോ നിങ്ങൾ ഈ അത്തോളിയിൽ നിങ്ങളെ മൗലവിമാരൊന്ന് കൊണ്ടുപോവാം, ഇന്ന് വരെ പറയാത്ത ഹദീസുകൾ ഞാൻ ഇവിടെ കൊണ്ടുവരാം, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആയത്ത് ഞങ്ങൾ കൊണ്ടുവരും ഹദീസ് പറയാത്ത അറിഞ്ഞാൽ നിങ്ങൾ കേൾക്കാത്ത. ഞങ്ങളെ ആലിമീങ്ങൾ പണ്ടേത് വിശദീകരിച്ചു, ഞങ്ങളെ ഗവേഷണമൊന്നുമല്ല, ഇമാമിങ്ങൾ പണ്ട് പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അത് നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് സംവാദം. ഈ വാദം പ്രതിവാദത്തിന്റെ മുമ്പ് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത കുന്നത്തേരിയിൽ വെച്ച് അന്ന് നിങ്ങളെ കൊന്ന ഹനീഫ് കായക്കൊടി സക്കരിയൊക്കെ ഒന്നായ കാലത്ത് ഈ ഹദീസ് നമ്മൾ വാദപ്രതിവാദത്തിൽ കൊണ്ടുവന്നു. ഏത് ഹദീസ്? ഈസാ നബി വന്ന് റസൂലുള്ളാഹിനെ സഹായത്തിന് വിളിക്കുമെന്ന് പറഞ്ഞ ഹദീസ്. അപ്പൊ കായക്കൊടി പറഞ്ഞു അതിൽ 2 ന്യൂനതയുണ്ട്. ഞാൻ പറഞ്ഞു ന്യൂനത പറയണം. അവനെ പറയില്ല, പക്ഷെ സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഏതായി കിതാബ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ചരിത്ര കിതാബ് എന്നാണ് ആദ്യം ഉപയോഗിച്ചത്. ഇവരെ ഒന്ന് കുഴിയിൽ ചാടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആദ്യം താരീഖ് ഇബ്നു അസാക്കിറുണ്ട് എന്ന് പറഞ്ഞു. താരീഖ് അതൊരു ചരിത്ര കിതാബല്ലേ, അങ്ങനെ അതിൽ പലതും ഉണ്ടാവും, നമുക്കത് പറ്റൂല. അവന്നാ പേടിക്കണ്ട, അടുത്ത കിതാബ് തരാനും മജ്മഉ സവായിദിലുണ്ട്. ശരി, അതിലുണ്ടാവും. അവർ അതിന് മാത്രമല്ലെങ്കായി ഇതാ ഈ 3-ാം നൂറ്റാണ്ടുകാരനായ ഹിജ്റ 300-ൽ ജനിച്ച മഹാനായ പിന്നെ അബൂ യഅലയുടെ മുസ്നദിൽ ഹദീസ് ഉണ്ട്. അത് സ്വഹീഹാണെന്ന് ഇമാം ഹാഫിദുൽ ഹൈതമി മജ്മഉ സവായിദിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും മൗലവിക്ക് അത് പോരാ. ലാസ്റ്റ് നമ്മൾ കൊടുത്തു, നിങ്ങൾ വല്ലാതെ അടങ്ങാറാകണ്ട, നിങ്ങളുടെ സ്വന്തം നേതാവായ നാസിറുദ്ദീനുൽ അൽബാനി എടുത്ത് മരിച്ചുപോയ ആളെ ഗൾഫിൽ, അയാൾ ഇത് മാത്രമേ പറയുള്ളൂ, വെഡിത്തം മാത്രം പറയുന്ന ഒരാളാണ്. അയാൾ എല്ലാ ഹദീസും ദഈഫാക്കലാണ് മൂപ്പരെ പതിവ്. പക്ഷേ അയാളും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വായിച്ചു. ഈ ഹദീസിന്റെ പരമ്പര അടക്കം കുന്നത്തേരി സംവാദത്തിൽ നമ്മൾ വായിച്ചപ്പോ മൗലവി ഒരു പച്ച നുണ കാച്ചി. അത് ഞാനത് നിങ്ങളൊന്ന് കണ്ടോ, കുന്നത്തേരി സംവാദം മൂവാറ്റുപുഴക്ക് മുമ്പ് നടന്ന വാദപ്രതിവാദം ഈ ഹദീസ് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ഞങ്ങൾ അന്ന് ഏകദേശം 2009 ഈ സംവാദം. 2009 വാദപ്രതിവാദത്തിൽ ആ ഹദീസിന്റെ പരമ്പര അതിന്റെ ഓരോ ആളുകളെയും അന്ന് ഞങ്ങൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. നിങ്ങൾക്ക് പറ്റിപ്പോയി, ഇനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733-ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? പുതിയ ഉസൂൽ ഇങ്ങനെ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറനാ ഹദസനാ ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും സിഖാത്ത്.
ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സ്വഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅല ഇമാം പറയാണ്, അഹ്മദ് ബിൻ ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ബിൻ ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. 2 ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്. ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഖർ. അബൂ സഖർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി, അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വഹീഹായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകളുടെ സ്വഭാവം. ഇത് നമ്മൾ വിശദീകരിച്ച് ഓരോ ആളുകളെയും സനദിലുള്ള പരമ്പരയിലുള്ള ഓരോ വ്യക്തികളെയും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഈ ഹദീസ് തന്നെ അന്ന് അവർ കണ്ടിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ മൗലവിക്കും പെടുത്തല്ല. അപ്പൊ ലാപ്ടോപ്പിൽ ഇങ്ങനെ അടിച്ചു നോക്കാൻ പഠിച്ചാണ് എവിടെ ഈ ഹദീസിലുള്ളത്. ഭയങ്കര നോട്ടം. അപ്പൊ ഒരു മൗലവി കണ്ടി നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കുന്നു. അപ്പൊ ഈ ലാപ്ടോപ്പിൽ കിതാബ് സെർച്ച് ചെയ്തപ്പോ മൗലവി കണ്ട്, ബാക്കിലുള്ള ഫൈസൽ മൗലവിയാ കണ്ടത്. അതിന്റെ അർത്ഥം എന്താ? അതിൽ 2 ന്യൂനതയുണ്ട്. ഉടനെ കായക്കൊടിയോട് പറഞ്ഞു, പേടിക്കണ്ട, അതിൽ 2 ന്യൂനതയുണ്ട് എന്നത് നമ്മുടെ ഈ കിതാബിന്റെ കുറച്ചപ്പുറത്തുണ്ട്, വേഗം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇയാൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞു, മുസ്ലിയാരെ, അൽബാനിയുടെ കിതാബ് നിങ്ങൾ എടുത്തില്ലേ? അതിന്റെ 2 വരി താഴെ വാടിക്ക്. അതിൽ 2 ഇല്ലത്തുണ്ട്, ന്യൂനതയുണ്ട് എന്ന് അതിൽ തന്നെയുണ്ട്. സംഗതി എന്താ? ബാക്കിലുള്ള മൗലവി ബേജാറായി നോക്കിയപ്പോ വരി മാറിപ്പോയതാ. വഫീല്ലത്താനി എന്ന് പറഞ്ഞത് വേറൊരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാ. അത് ഇയാൾ കണ്ടില്ല. നമ്മൾ ഉദ്ധരിച്ചത് അബൂ യഅലയുടെ ഹദീസാണല്ലോ. വേറൊരു ഹദീസ് ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ്. ആ ഹദീസിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അതിന് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞതാ. അത് ബേജാറായി നോക്കുമ്പോ കണ്ടിട്ടില്ല. എന്നിട്ട് അന്ന് ആ പച്ച നുണ, വെള്ളം ചേർക്കാത്ത നുണ, ഈ അൽബാനിയുടെ കിതാബ് നമ്മൾ വായിച്ചപ്പോ കായക്കൊടി ആർജവത്തോടെ നുണ പറയുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലത്താനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലത്താനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. ഞാൻ 1ാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പത്തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി, വായിക്കണം നിങ്ങൾ സനത്, വ്യത്യസ്തമായ സനത്. അപ്പോ പച്ച നുണ നിങ്ങൾക്ക് ഇന്നും പരിശോധിക്കാം. അതിന്റെ 2 വരി താഴെ 12 വരി താഴെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതും വേറെ ഹദീസിന്റെ വിശദീകരണത്തിൽ പച്ച നുണ വായിച്ചു വന്നു. മുജാഹിദുകൾ പഠിക്കണം, ഒരു ഹദീസിനെ നശിപ്പിക്കാനല്ലേ പണി ചെയ്തത്? നിങ്ങൾ അങ്ങനെ ഒരു വഫീല്ലത്താനിയുടെ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കാണിച്ചില്ല. അബൂ യഅലയുടെ ഹദീസിനെ കുറിച്ച് ഞങ്ങൾ അന്ന് പ്രസംഗം നിർത്തും, പിന്നെ ഞാൻ സ്റ്റേജിൽ കയറൂല. ഗ്യാരണ്ടിയാ, കൊണ്ടുപോവാ. എടുക്ക സക്കരിയനെ അത് അന്നേ പഠിച്ചു. ഇയാൾക്ക് അന്ന് തന്നെ ഈ കായക്കൊടിനോട് ദേശീയ നമ്മളെ സക്കരിയായി അന്ന് തന്നെ ബസ്സിൽ ഇങ്ങനെ പോരുമ്പോ നമ്മളെ 2 കുട്ടികൾ ബാക്കിലുണ്ട്, ഇയാൾ കണ്ടിട്ടില്ല. അപ്പൊ ആരുവാസമ്മാനം കഴിഞ്ഞിട്ട് ഇയാൾ പറയാണത്രേ, ഈ കായക്കൊടിയും ടീമും പോയിട്ട് ഓരോ സംവാദം നടത്തി തോറ്റു പോരും, പിന്നെ നമ്മളത് വിശദീകരിച്ച് നടക്കണം. അന്ന് വരെ ഒന്നായ കാലത്ത് തന്നെ ഇയാൾ പറഞ്ഞു ഇത് സക്കരിയാസലായി. തൊപ്പിട്ടതുകൊണ്ട് ആള് മാറി നിങ്ങൾ വിചാരിക്കണ്ട, അത് ഗൾഫിൽ പോയപ്പോ തൊപ്പിയിട്ടതാണ്. അവിടെ പോയിട്ട് സംഭാവന അന്ന് മാറി, ഗ്രൂപ്പ് മാറിയില്ല, ഒരേ ഗ്രൂപ്പിലുള്ള കാലത്ത് ഇയാള് ഗൾഫിൽ പോയി. മുജാഹിദ് പ്രവർത്തകർ ഇയാളെ വളഞ്ഞു. ഇയാളോട് ചോദിച്ചല്ല, നമ്മളെ കായക്കൊടി ഒരു പിന്നെ എന്ന് പറഞ്ഞൊന്ന് വായിച്ചല്ലോ, അതില്ലാന്നാണല്ലോ. നമ്മൾ മാത്രല്ല, അന്ന് സലാം സുല്ലമി ഷബാബിൽ ലേഖനം എഴുതി.
അയാൾ പറഞ്ഞു സലാം സലമി നമ്മൾ കക്കലൊക്കെ നമ്മളെല്ലാവരും നടത്തലുണ്ട്, പക്ഷെ ഇങ്ങനെ കക്കലുണ്ടോ സലാം സലമി 12 വരി കക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അയാൾ നന്നായി എഴുതി കായക്കൊടിക്കെതിരെ. കായക്കൊടിയുടെ വിഡ്ഢിത്തങ്ങൾ എന്ന് പറഞ്ഞൊരു പരമ്പര തന്നെ ഷബാബിൽ പ്രസിദ്ധീകരിച്ചു. മനസ്സിലാക്കണം. അന്ന് ഇയാളോട് ചോദിച്ചു, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അൽബാനി പറഞ്ഞിട്ടുണ്ടോ? ഇയാൾ പറഞ്ഞു, മക്കളെ സംഗതി അൽബാനി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അത് വേറെ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതാണ്, അത് അങ്ങനെയുള്ളത്. അന്ന് തന്നെ കായക്കൊടിയോട് ദേഷ്യ, അത് മുമ്പ് പുറത്തായിട്ടില്ല എന്ന് മാത്രം. കേട്ടോ, നിങ്ങൾ ചിന്തിക്കേ, ഗൾഫിൽ വെച്ച് പറഞ്ഞു കേൾപ്പിച്ചരാം. കുന്നത്തേരി റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഹദീസായിട്ട് അവരോധിയ കാമ എന്ന ഹദീസില് പിന്നെ 2 ന്യൂനതകളുണ്ട്. അത് ഇന്നത്താനി എന്ന് ഹദീസ് പോലെ പറയുണ്ടായി. എന്നാൽ അത് ആ ഹദീസിനെ സംബന്ധിച്ചല്ല, മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടവൂരികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ്? അത് നിങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അൽബാന്റെ സിൽസിലെന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലവി പറഞ്ഞത്, നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ 2 ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങൾ താഴെ വായിക്കുക, മുഴുവൻ വായിക്കുക, അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്കുക, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര സിൽസിലയിൽ ഉണ്ടെന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. സിൽസിലയിലെ ആ കിതാബിൽ എവിടെയെങ്കിലൊക്കെ വഫീലത്താരി ഉള്ളതൊക്കെ അവിടെ പറയാനുള്ളതാ. ഒരു ഹദീസിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും ഉള്ളതാ പറയല്. എന്നിട്ട് ബാക്കി അത് വ്യക്തമാക്കുന്ന കൂടി കേട്ടോ, പറയട്ടെ. അത് ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാക്കാം. ഷെയ്ഖ് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ കുറിച്ചാ പറഞ്ഞത്. താഴെയുള്ള ഹദീസിന് ബലഹീനത കൊണ്ട് ഈ ഹദീസിന് ഇങ്ങനെ ബലഹീനത വരിക. ഞാനിപ്പോ കായക്കൊടിന്റെ വാദപ്രവാദത്തിന് ഇരിക്കുമ്പോ അയാൾ ദ്വൈഫാ, അവിടെ ഞാൻ ദ്വൈഫാവും. കൂടെ ഇരുന്ന ദ്വൈഫാകുമ്പോ അപ്പൊ നോക്കിങ്ങള് ഒരു ഹദീസ് പറഞ്ഞപ്പോ കാട്ടിക്കൂട്ടിയത്. ഇനി പുതിയ പ്രസംഗത്തിൽ ആൾ പറഞ്ഞു, ആലുവയിൽ ചെന്നു ഇല്ലത്താനിയിൽ കുടുങ്ങി. ഗ്രൂപ്പ് മാറിയപ്പോ അത് വ്യക്തമായി. ഗ്രൂപ്പ് മാറിയതിനു ശേഷമുള്ള പ്രസംഗം കാണിച്ചു തരാം. അപ്പൊ കായക്കൊടി ആരായി? ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റായി. ആര്? കായക്കൊടി. ഞാൻ പറഞ്ഞതല്ല, സക്കരിയ സലായി കൊടുക്കുന്ന പേരാ ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ്. എന്നിട്ടതാ കായക്കൊടിയുടെ പ്രസംഗം ഇയാളുണ്ടെന്ന് ജബ്ബാർ മൗലവി അംർ ഇബ്നുൽ ലുഹൈനെ പോലെ കണത്ത മുശ്രിക്കാന്ന് പറഞ്ഞ CD അതിട്ടിട്ട് സക്കരിയ പറയുന്നുണ്ട്, ഉളുപ്പുണ്ടോ കായക്കൊടി നിങ്ങൾക്ക്? നമ്മളെ ഉസ്താദല്ലേ മുശ്രിക്കായത്? അല്ലേ? ഒതുക്കുങ്ങലിൽ വന്നു, ഒഫീഹില്ലത്താനിയിൽ കുടുങ്ങി. അതൊക്കെ വിളിച്ചു പറഞ്ഞു. അതാണ്. അപ്പൊ ഹദീസ് അവിടെ സൂര്യപ്രകാശം പോലെ തെളിയുകയാ. ഇന്ന് വരെ അതിന് കൃത്യ മറുപടി ഇല്ലത്താനിയാ. ഇല്ലത്താനിൽ കുടുങ്ങി എന്നിപ്പോ അങ്ങളെന്നെ പറയുന്നു. കേട്ടോളൂ, കായക്കൊടിയുടെ ക്ലിപ്പിട്ടുകൊണ്ട് സക്കരിയ അൻസലായി നടത്തിയ പ്രഭാഷണം. എന്നാൽ ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കും. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ്ജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല. പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ഇബ്നുൽ ലുഹൈ എന്ത് പണിയാണോ ചെയ്തത്,
അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണിയേതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. ആലുവ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി അവസാനം ഒതുക്കുകൽ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവിയുടെ വീട്ടിൽ വന്നു താമസിച്ചിട്ട് അന്ന് ഹനീഫ പറയാണ്, അതിലെവിടെ അല്ലെങ്കിൽ മൗലവി ശിർക്ക്, നിങ്ങളാ എഴുതിയിൽ എവിടെ ശിർക്ക്, അതിൽ ശിർക്ക് ഉണ്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന കാലല്ലേ? ഇല്ലത്താനിയിൽ കുടുങ്ങിയിട്ട് പിന്നെ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മൗലവിന്റെ വീട്ടിൽ ചെന്ന് പിന്നെ ചർച്ച. നമ്മൾ കുടുങ്ങിപ്പോയി, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരണം. മുജാഹിദുകളെ, ഞങ്ങൾ ഈ പറയുന്നത് അള്ളാഹുവിന്റെ പരലോകത്തും പറയും. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചതാണോ? ഞാൻ പറഞ്ഞു റബിയ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മരണശേഷം ചോദിച്ചതാണോ തെറ്റ്? ഞങ്ങൾ പറഞ്ഞു ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈസാ നബി അലൈഹിസ്സലാം പോലും ഇവിടെ വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി സഹായാഭ്യർത്ഥന നടത്തുമെന്ന് അബൂയഅല ഉദ്ധരിച്ച ഹദീസിൽ അൽബാനി പോലും സ്വഹീഹാണെന്ന് തീർത്ത് പറഞ്ഞ ഹദീസിലുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ പറയും. നിങ്ങൾ നന്നാവണം, അതിനു വേണ്ടിയാണ് ഈ പറയുന്നത്. ഇവർ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അന്ന് നിങ്ങളെ വിചിന്തനം വാരിക, അൽമനാർ മാസിക, ശബാബ് വാരിക, അങ്ങനെ കുറെ സാധനമില്ലേ നിങ്ങൾക്ക്? അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോ പലതും എഴുതി. ഞങ്ങൾ അന്നേ പറഞ്ഞു അതിലെഴുതിയത് മാത്രം വിശ്വസിച്ചാൽ നുണയാണത്. ഇപ്പൊ ബാലുശ്ശേരി പറഞ്ഞു വിചിന്തനം നിങ്ങൾ വായിക്കണ്ട, അത് നുണയാണ്. അൽമനാർ വായിക്കണ്ട, അതിൽ കളവുണ്ട്. ഇതല്ലേ ഞങ്ങൾ പണ്ടേ നിങ്ങളോട് പറഞ്ഞ്? ഞങ്ങൾ എന്ത് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ആകെയുള്ള തെളിവ് വിചിന്തനും അൽമനാറും. ഇപ്പൊ ഇയാൾ പറയുന്ന കേട്ടോ, എന്താ ഇതിന്റെ അവസ്ഥ വെച്ചുകൊടുക്കുക. വിചിന്തനം ലേഖനം ഓർത്തുകൂടിയാ പറയുന്നത്. വിചിന്തനത്തിൽ കുറെ നുണ വരുന്നുണ്ട്, വിചിന്തനത്തിൽ കുറെ നുണ എഴുതുന്നുണ്ട്. ആ ലേഖനം ഇങ്ങനെ നുണയുടെ ഒരു കോമ്പലയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വിചിന്തനത്തിന്റെ ഈ നുണപ്രചരണത്തിന് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ഇസ്ലാഹിൽ, നമ്മുടെ ആദർശത്തിന്റെ ജിഹ്വ തീപ്പന്തമാണത്. സലഫിയത്തിന്റെ തീപ്പന്തം നമ്മുടെ അൽ ഇസ്ലാം. ഇനി അതാ നമുക്ക് പ്രതീക്ഷ. ആദർശം എഴുതാൻ ഖുർആനും സുന്നത്തും നോക്കൂ. സലീം അഹമ്മദാനിയോട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ? അഹമ്മദാനി ചോദിച്ചു, മൗലവി ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എ പി അബ്ദുൽ ഖാദർ എന്ത് ചെയ്യാനാണ്? ഖുർആനും സുന്നത്തിൽ നിനക്ക് മനസ്സിലായത് വെട്ടിത്തുറന്ന് പറയൂ. അതിനാ ഇസ്ലാഹ്. അതിന് വിചിന്തനം പറ്റില്ല, അൽമനാർ ഇനി പറ്റില്ല. കാരണം പറ്റുമായിരുന്നു, പറ്റിയിരുന്നു, അങ്ങനെ എഴുതിയിരുന്നു. ഇപ്പൊ ചില ആളുകളുടെ നിർദ്ദേശമുണ്ട്, ഇന്നതൊന്നത് എഴുതരുത്, ഇന്നതൊന്നത് എഴുതരുത്. ലേറ്റസ്റ്റ് ജാമിയ നദവിയ ആയിരങ്ങളുടെ ചോര നീരാക്കി കെട്ടിപ്പടുത്ത മഹാസൗധം അവിടെ ഇപ്പം നടക്കണ എന്തറിയോ? മടവൂരി സംരക്ഷണം. ഞാൻ പിന്നെ പറയാം. അപ്പോ അൽമനാറിൽ നിങ്ങളെ പറ്റിച്ചു, വിചിന്തനത്തിൽ നിങ്ങൾ വായിച്ച പലതും കളവായിരുന്നു. ഇനി ഞാൻ പറയട്ടെ നിങ്ങളോട്, അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഞങ്ങൾ പറഞ്ഞില്ല എവിടെയാ പ്രശ്നം? ഇതൊക്കെ അമ്പിയാക്കൾ ചെയ്യുന്ന പണിയല്ലേ? ഈസാ നബി ഒരു ശിർക്കയിൽ നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മരണശേഷം ഇവരെ നശിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെന്താ ഈ നേതാക്കളെ അടിമകളാ? അതങ്ങൾ ചിന്തിക്കുക. ബാലുശ്ശേരി ഇപ്പൊ ചോദിക്കുന്നുണ്ടത്, മുജാഹിദുകളെ നിങ്ങൾക്ക് ബോധം വേണം. നമ്മളെന്താ ഇവർ അടിമകളാണോ നേതാക്കളെ? അതാ നമ്മൾ അവരെന്ത് പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക. അതൊന്നും അവിടെ നിർത്തിങ്ങള്. ഞങ്ങൾ പറഞ്ഞല്ലോ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞങ്ങൾ കിതാബിൽ നിന്നല്ലേ ഉദ്ധരിച്ചത്. ഇമാമിങ്ങൾ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു തന്നു. പോരാ, അമ്പിയാക്കൾ ചെയ്തത് വേണമെന്ന് പറഞ്ഞു, അതും പറഞ്ഞു തന്നു. ഇനി എന്താ വേണ്ടത്? നമ്മൾ ആരെയും അടിമകൾ, നമ്മൾ സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാൻ തയ്യാറാവും. ബാലുശ്ശേരിയുടെ വാക്കുകൾ പ്രസക്തമാണ്. കേട്ടോളൂ, പറയട്ടെ. ഇനിയിപ്പോ എന്താണ്ട് ഇവിടുന്ന് ഫോൺ ചെയ്യാൻ അങ്ങോട്ട് അവിടെ എന്താ നടക്കേണ്ടത്? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ആർക്കും ഒരു അവകാശമില്ല.
ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫോണിനനുസരിച്ച് ആളുകൾ ആടിയും പാടിയും നിൽക്കുകയറാ നിന്ന്, നോക്കുകയറാ നോക്കി, അനങ്ങല്ല അനങ്ങല്ല. നമ്മൾ വരെ അടിമകളായിട്ടുണ്ടോ? നമ്മൾ വരെ അടിമകളായിട്ടുണ്ടോ? ഇല്ലല്ലോ. പടച്ച തമ്പുരാനെ അല്ലാതെ ആളുകളുടെ താളത്തിനും ഓളത്തിനൊത്ത് അത് ധർമ്മാണെങ്കിൽ വേണ്ടിയില്ല. നീ ഇന്ന നന്മ ചെയ്യ്, ഇതാണെങ്കിൽ നമുക്ക് അനുസരിക്കുക. നീ ഇന്ന് തിന്മ ചെയ്യ്, ഇന്നതൊക്കെ ചെയ്യ് എന്ന് പറയാൻ, എന്നിട്ട് അവരെ അനുസരിക്കാൻ, ആ അനുസരണം കൊണ്ട് മുന്നോട്ട് പോകാൻ, അത് ശരിയാണോ? ആണോ? അതേ ഞങ്ങളും ആ അടിമത്തത്തിൽ നിന്ന് നിങ്ങളൊന്ന് മോചിതരാകണം. മൗലവിമാര് പറഞ്ഞതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന്റെ പകരം ഈ ഹദീസുകളും ആയത്തുകളൊക്കെ ഒന്ന് ചിന്തിക്ക്. കൃത്യമായി നിങ്ങൾ ചിന്തിക്ക്. നെക്സ്റ്റ് എടുക്ക്, ഞാൻ കാണിച്ചു തരാം. അപ്പോ സഹോദരങ്ങളെ, മുജാഹിദുകളിൽ നല്ലൊരു വിഭാഗം ചിന്താശേഷിയുള്ളവരായി വളർന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തങ്ങളെ എന്ന് വിളിച്ചാൽ, കരഞ്ഞു വിളിച്ചാൽ അതൊന്നുമല്ല ശിർക്കിന്റെ മാനദണ്ഡം. മറിഞ്ഞ വഴി എന്നത് ആരോ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകണ്ട. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കൽ ശിർക്കാണ്, അതും നിർമ്മിതമാണ്. എല്ലാം പോവാൻ ഞാനിത് നിങ്ങൾക്ക് കൽപ്പിച്ചല്ലോ. 605 മണിയുടെ ഇടയ്ക്ക് മുജാഹിദ് ബാലുശ്ശേരി എന്ന മനുഷ്യൻ, സക്കരിയ സലായി തന്നെ അയാളുടെ പ്രഭാഷണത്തിൽ എത്രത്തോളം പറഞ്ഞു, ഞാനിത് പറഞ്ഞിരുന്നു. എന്താണെന്നറിയോ, ഞങ്ങള് ഇർത്തഖബത്ത് ചൊല്ലുന്നു എന്നതല്ലേ പ്രശ്നമായി പറഞ്ഞിരുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരു ആക്സിഡന്റിന്റെ സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കണം എന്നതായിരുന്നല്ലോ കാര്യമായി നിങ്ങൾ ഇവിടെയും കാണിച്ചല്ലോ. ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് പറഞ്ഞ വിഷയങ്ങളൊക്കെ അതൊക്കെ മുജാഹിദുകൾ തന്നെ തിരുത്തിയപ്പോ ഇനി നിങ്ങളിത് പറയണോ? ഇപ്പൊ കായ്ക്കൊടിക്ക് തർക്കം എവിടെ തന്നെ കിട്ടിയില്ല. മരണപ്പെട്ടവരെ വിളിക്കണമല്ലേ എന്നല്ല ചർച്ച. ഇപ്പൊ ചർച്ച തന്നെ എന്താ? ഒരാൾ പുഴയിൽ വീണു പോയാൽ അവിടെ ആരെ വിളിക്കണം? ജിന്നിനെ വിളിക്കണോ അള്ളാനെ വിളിക്കണോ? അത് അങ്ങൾക്കിടയിലുള്ള ചർച്ച. അത് തീരുമാനമാക്കിയിട്ട് പോരെ ഔലിയാക്കളെ കാര്യം പറയൽ? ഞങ്ങൾ തീരുമാനമാക്കി ഈസാ നബിയെ വിളിച്ചു, ഞങ്ങൾക്ക് വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. പുഴയിൽ വീണാൽ ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞത് മുജാഹിദിന്റെ വലിയൊരു വിഭാഗമല്ലേ? വിളിക്കാൻ പറഞ്ഞാൽ ശിർക്കല്ല, അവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളൊന്നുകൂടി കേൾക്കണം. ഇത് അടിസ്ഥാനമാണ്. ഞങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം തകർന്ന് തരിപ്പണമാവും നിങ്ങൾക്ക് കാണാം. അപ്പൊ ശിർക്കിൽ എവിടെയോ നിങ്ങൾ ശിർക്കിനെ വ്യാഖ്യാനിച്ചിടത്ത് നിങ്ങളെ പണ്ഡിതന്മാർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു നല്ല അവസരമായി ഞങ്ങൾ ഇത് കാണുന്നു. പുഴയിൽ വീണാൽ ജിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. പറയാൻ പാടുണ്ടോ ഇല്ല, അത് വേറൊരു കാര്യം. ശിർക്കല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയില്ലേ? പിന്നെ നബിതങ്ങളെ വിളിച്ചത് മാത്രം എങ്ങനെ ശിർക്കാകും? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് സക്കരിയ സലായി അല്ലേ? കായക്കൊടിനെക്കാളും വിവരം ഇയാൾക്കുണ്ടല്ലോ. അത് നിങ്ങൾക്കറിയാം, അമ്മക്കറിയാലോ. ഇയാള് കൊടുത്ത സീട്ടുമായിട്ടല്ലേ പലപ്പോഴും കായക്കൊടി വരാറുള്ളത്. അതെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? എങ്കിൽ അയാൾ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ പറയട്ടെ, അയാൾ അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പുഴയിൽ വീണ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അള്ളാഹുവേ രക്ഷിക്കണേന്നാ പറയേണ്ടത്. അപ്പൊ ഈ അനസ് മുസ്ലിയാരുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാളൊരു കുസൃതി ചോദ്യം ചോദിച്ചു. മനുഷ്യരാരും കാണുന്നില്ല കരയില്. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നോ ഒരു മലക്കോ ഇവിടെ ഉണ്ടെന്ന് വിചാരത്തിൽ ഒരാൾ ചോദിച്ചാലോ? നമ്മൾ പറഞ്ഞു പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്കാവോ? പിന്നെയും ചോദിക്കാം. പാടില്ല എന്നുകൊണ്ട് വിടുന്നില്ല, ശിർക്കിലേക്കുള്ള വസീലായിട്ടും വിടുന്നില്ല, പാടുണ്ട്. ഈ പ്രസംഗം കേട്ടിട്ട് ചോദിക്കണം, ഇയാളുടെ ജിയാദി പ്രസംഗം കേട്ട് ജായിസാണ്, തെറ്റല്ല, കുറ്റല്ല. അപ്പൊ നമ്മൾ ഹറാമെന്നുണ്ട്, അപ്പൊ ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കാന്ന് പറയണില്ല. അയാൾ മരിച്ച മുശിരിക്കായി മരിച്ചു എന്നായി പറയണതേ. അത് പറയാൻ പറ്റുമോ? കാരണം അയാളെ മനസ്സിലെന്താ, ഈ കരയിലുള്ള ജിന്നോ മലക്കോ എന്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാ. അപ്പൊ പ്രാർത്ഥന അയാളെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ശിർക്കില്ല എന്ന് പറഞ്ഞു, സൂക്ഷ്മമായി പറഞ്ഞതാ. സുഹൃത്തെ, ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ ഹുക്കുമാണത്. അത് പറയണമെങ്കിൽ അള്ളാഹുവോ റസൂലോ നസ്സായിട്ട് പറയണം. അല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ പടച്ചവന്റെ ഹുക്കുമിൽ കൈകടത്തിയവരാകും, കുറ്റക്കാരാകും. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഈ വർഷത്തെ അവാർഡ് അനക്കാ തരേണ്ടത്. ഇതല്ലേ ഞങ്ങൾ ഇവിടെ പറഞ്ഞത്? അതൊരു സത്യമാണ്. ഏത് ഒരു വസ്തു ശിർക്കാന്ന് പറയാൻ, കുഫ്രാന്ന് പറയാൻ
നസ്സായിട്ട് അല്ല പറയണം ഇത് ശിർക്കാണ്. എന്താണ് നസ് പറഞ്ഞാല്? മാമാന നസ് പച്ചയായി പറയണം. എവിടെ പച്ചയായിട്ട് അല്ല പറഞ്ഞത്? ഇൻ തദൂഹും എന്ന് അല്ല പറഞ്ഞപ്പോ നിങ്ങളവിടെ ഉണ്ടാക്കി അവരെ വിളിച്ചാൽ, അഥവാ ആരെ വിളിച്ചാൽ ഔലിയാക്കളെ, അഥവാ വേണ്ട, അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി. ഉസ്താദേ അവിടെ തഫ്സീർ എന്താ ഞങ്ങൾ പറഞ്ഞുതരാ. ഇൻ തദൂഹും അവരെ വിളിച്ചാൽ, അഥവാ യഅനി അൽ ആലിഹത്തല്ലതി തദഊനഹാ ഇബ്നു കതീർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ വിളിച്ചാൽ. അപ്പൊ ഉസ്താദേ അതിൽ ഔലിയാക്കളും അമ്പിയാക്കളും പെടുന്നു, ഖുർത്തുബിയിലുണ്ടല്ലോ, പെടും. പക്ഷെ ബാക്കി കൂടി ഉണ്ട്. എപ്പോഴാ പെടുക? അത് നിങ്ങളെ മോരി പഠിപ്പിച്ചില്ല. ഇലൽ മഅബൂദീൻ, അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞെന്താ അറിയാം, ഔലിയാക്കളെ വിളിച്ചാൽ അമ്പിയാക്കളെ വിളിച്ചാൽ ശിർക്കാകൂല എന്ന് പറഞ്ഞ എന്താ? ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ വിളിക്കുകയാണ് ദൈവമേ അല്ലെങ്കിൽ ദൈവപുത്ര, ഇത് ശിർക്കല്ല എന്നാണോ ഞങ്ങൾ പറഞ്ഞത്? അല്ല. ഒരാളെ വിശ്വാസം എന്താണ്? ഇയാൾ ദൈവമാണ്, ഇലാഹാണ്, ദൈവപുത്രനാണ്. ഈ നിലയ്ക്ക് ആരെ വിളിച്ചാലും ശിർക്ക. അപ്പൊ ഖുർത്തുബി പറയേണ്ടത് പറയണം. ഈസാ നബിയെ ദൈവമാക്കിയവരുണ്ട്, ഉസൈറിനെ ദൈവമാക്കിയവരുണ്ട്. അപ്പൊ അവരും കൂടി പറയണം. അത് പറയേണ്ടത് തന്നെയാ. ഞങ്ങൾ ചെയ്യുന്നതല്ല. ഞങ്ങൾ ചെയ്യുന്ന ഈസാ നബി വന്നിട്ട് റൗദന്റെ അടുത്ത് വന്ന് തേടിയല്ലോ, അതാ ഞങ്ങളെ നേട്ടം. എന്നിട്ട് എന്തുണ്ടായി നിങ്ങൾ? സംവാദത്തിന്റെ നമ്മളെ മുജാഹിദ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു വാദപ്രതിവാദം നടന്നു. ആര് തമ്മിൽ? സുന്നികളും മുജാഹിദുകളും തമ്മിലല്ല, പിന്നെ മടവൂരികളും ഔദ്യോഗികവും തമ്മിലാണോ? അതുമല്ല. പിന്നെ ആരാ? പിന്നെ സക്കരിയ സലാഹിന്റെ ടീമും കായക്കൊടിയുടെ ടീമും നാദാപുരത്ത് വെച്ച് ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതി. ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന്റെ ക്ലിപ്പ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരു ടീം എന്താ പറഞ്ഞാൽ, യാ ഇബാദല്ലാ എന്നുള്ള ഹദീസ് നമുക്ക് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അതായത് വിജനപ്രദേശത്ത് വിട്ടുപോയ യാ ഇബാദല്ലാ, അള്ളാന്റെ അടിമകളെ എന്ന് വിളിക്കണം എന്ന ഹദീസ് ചർച്ച ചെയ്യണമെന്ന് സക്കരിയാക്കൾ പറഞ്ഞു. അപ്പൊ കായക്കൊടി ടീം പറഞ്ഞു അത് പറ്റൂല, നമ്മളെ ചർച്ച പുഴയിൽ വീണാൽ ആരെ വിളിക്കണം, അതാ ചർച്ച. രണ്ടാളും കൂടി 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ബാലുശ്ശേരി അതിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ നിങ്ങള്, ഈ മൗലവിമാര് കായക്കൊടിന്റെ അനസുണ്ടതിൽ ഇവരെല്ലാം വന്നിട്ട് നമ്മളെ കുട്ടികളും പോയി. സക്കരിയാള് വലിയ തട്ടിപ്പ് വീരനാണല്ലോ, അയാള് കുട്ടികളെ പറഞ്ഞയച്ചത് ഈ പെട്ടാ തന്നെ പ്രശ്നമല്ലോ. മറ്റൊരു വലിയ ആളായി ഇങ്ങനെ വന്ന് അനസും കായക്കൊടി, ഇപ്പുറത്തുനിന്ന് ഇവര് ചെറിയ മക്കളെയും വിട്ടു. അങ്ങനെ ഇവർ ചോദിക്കാണ് നേതാക്കളോട്, എന്ത് പണിയാണോ ചെയ്തത്, നിങ്ങൾ ഇത്ര കാലം ഞങ്ങളെ പറ്റിച്ചില്ലേ? കുട്ടികൾ വന്നിട്ട് ഒച്ചുണ്ടാക്കുക. എന്നിട്ട് ഇയാളെന്താണെന്ന് അറിയോ, മൗലവിമാര് പുഴയിന്ന് കയറുന്നില്ല. ആര്? കായക്കൊടിയും ടീമും പുഴയിൽ തന്നെ നിൽക്കുക. യാ ഇബാദല്ലാ, ഓ ഭയങ്കര ചൂടാ, നമ്മൾ പുഴയുടെ ആ തണുപ്പ് ആസ്വദിച്ച് നിൽക്കുമ്പോ കയറൂല, നിങ്ങൾ തോർത്തുമുണ്ടൊക്കെ കൊടുത്തു നോക്കി എന്നിട്ടും കയറുന്നില്ല എന്നാണ്. നിങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദം ബാലുശ്ശേരി അനുസ്മരിക്കുന്നത് കണ്ടോളൂ. ഞങ്ങളെ ചെറിയ മക്കൾ ചെന്നിട്ട് തന്നെ പുഴയെന്ന് കയറുന്ന തന്നെയല്ല, മുണ്ടെടുത്ത് പുഴയിലിറങ്ങിയിട്ട് കുട്ടികൾ പറഞ്ഞു മൗലവി ഒന്ന് കയറി വരും, നമുക്ക് പുഴയെന്ന് കയറിയിട്ട് ഒരുപാട് കാര്യം കരയെന്ന് പറയാണ്ട്. അപ്പൊ മൗലവി പറഞ്ഞു, മോനെ ഇതിന്റെ ഒരു തണുപ്പും കുളിരും കിട്ടിയപ്പോ യാ ഇബാദല്ലാന്റെ ചൂട് അഴിച്ച് സഹിക്കാൻ വയ്യ, അത് തൊട്ടന്റെ കാര്യം പോക്ക, അതുകൊണ്ട് പുഴക്കരേന്ന് ഇലാ യൗമിൽ ഖിയാമ ഞാൻ കയറൂല. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പുഴക്കരേന്ന് കയറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. എന്നിട്ട് തോർത്തുമുണ്ടൊക്കെ ഞങ്ങൾ തരും, തുടച്ചൊക്കെ ഞങ്ങൾ തരും, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങൾ പശ്ചാത്തപിക്കണം. അത് വെറുതെ അഭിനയിച്ചാ പോരാ, നെഞ്ചു പൊട്ടി റബ്ബിനോട് കണ്ണ് ചുവന്ന് തുടുക്കണം 5 വക്തും. അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പരാക്രമത്തിന് അനസിനൊക്കെ പടച്ചോ പുറത്തു കൊടുക്കുവോ? ഓരോ ദിവസം ഓരോന്നല്ലേ നോണ എന്തെങ്കിലും അത് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് എന്താ നേരം വെളുക്കാത്തത്? അപ്പൊ എന്ത് മുജാഹിദുകളായിരുന്നു നിങ്ങളൊക്കെ? നമ്മളൊന്ന് ആലോചിക്കണല്ലോ, എന്ത് മുജാഹിദുകളായിരുന്നു നമ്മളൊക്കെ. അപ്പൊ ഇനി ഒരുപാട് അധ്വാനിക്കാനുണ്ട് നാം പറയും. നിങ്ങൾ രാത്രി ഒറ്റക്കൊന്ന് ചിന്തിച്ചാൽ മതി, എന്ത് മുജാഹിദുകളായിരുന്നു ഇവരൊക്കെ. അനസിനൊക്കെ എങ്ങനെ അല്ല പുറത്തു കൊടുക്കാൻ? ഇയാൾക്കൊക്കെ പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുക്കും. കണ്ണ് ചുവന്ന് തുടിച്ചുകൊണ്ടൊന്നും സംഭവത്തിന്റെ കണ്ണാക്കി എനിക്കറിയില്ല. സുന്നത്ത് ജമാഅത്തിലേക്ക് വാ, എന്നിട്ട് തൗബയ്യ്. എന്റെ ക്ലിപ്പ് കാണണോ നിങ്ങൾക്ക്? വലിയ തമ്മിലുള്ള സംഭവത്തിന്റെ അതും കൂടി കാണിച്ചു, അത് ഇയാൾ നെട്ട്. ഞാൻ അതിന്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എവിടെ എത്തിയും. മുജാഹിദികളെ, എന്തിനാ മുജാഹിദായത്? ഈ ചങ്ങാതി
അനസ് മൗലവി ഈ കുട്ടികളോട് ചോദിക്കാണ്, യാ ഇബാദല്ലാഹ് എന്നുള്ള ഹദീസ് ചർച്ച ചെയ്യാമെന്ന നിങ്ങൾ ഒരു ദുർബല ഹദീസ്. ദുർബല അല്ല കേട്ടോ, അത് വേറൊരു കാര്യം. അത് ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾക്ക് അതിന്റെ സനത് വേണോ ഞാൻ തരാം. ദുർബലല്ല എന്ന് ഞാൻ തെളിയിക്കാം. ഇനി അത്തോളിയിലെ നമ്മുടെ പ്രവർത്തകരോട് റെഡിയാണ്. യാ ഇബാദല്ലാഹ് വിഷയത്തിൽ ഒരു ചർച്ചക്ക് നിങ്ങളുണ്ടോ? ഞങ്ങൾ വരാ, സനത് ഞങ്ങൾ കൊണ്ടുവരാ, സ്വീകാര്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാ, ഞങ്ങൾ റെഡി. 10,000 കുതിരശക്തിയോടെ ഈ അത്തോളിയിൽ വെച്ച് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ വരൂ, ഞങ്ങൾ റെഡി. ജനങ്ങൾ കേൾക്കട്ടെ. സനത് ഞാൻ വായിക്കും, കിതാബ് ഞാൻ കൊണ്ടുവരും. നേരത്തെ വായിച്ചെന്നില്ല, ഓരോ ഇമാമിങ്ങൾ എങ്ങനെ അതേപോലെ ഞങ്ങൾ വായിക്കും. ഓരോ ഇമാമിങ്ങളെ സ്വീകാര്യത ഞങ്ങൾ പറഞ്ഞു തരും. അതാണ് സംവാദം. നിങ്ങൾ വരി, ജനങ്ങൾ പഠിക്കട്ടെ. നമ്മൾ ആരെയും അടിമകളൊന്നുമല്ല, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. ഇവിടെ കൂടുതൽ കാലൊന്നും ഉണ്ടാവില്ല, മരിച്ചു പോകണ്ടേ നമുക്ക്. അവിടെ നമ്മളെ ഭാഷയും വക്കാണൊന്നും നടക്കൂല കേട്ടോ. ഇനി അപ്പൊ അനസ് മൗലവി ചോദിക്കാണ്, നിങ്ങൾക്ക് നാണമില്ലേ? ആരോട്? സക്കരിയാക്കളോട്. അതിട്ടിട്ട് ഇയാള് ചോദിക്കാം, അനസ അനക്ക് നാണല്ലേ? ആന്ന് കണ്ടോളൂ നിങ്ങൾ. ചിന്തിച്ചോ, യാ ഇബാദല്ലാഹ് അഗീനൂനി എന്ന് ചർച്ച ചെയ്ത് ഒരുപാട് സലഫി പണ്ഡിതന്മാരെ കാണാൻ ലോകത്ത്. ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ അതേ ടീമിൽപ്പെട്ട മറ്റൊരു സലഫി പണ്ഡിതനെ യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്തതിന്റെ പേരിൽ വാറോല ചർച്ച ചെയ്തു. നിങ്ങൾ ഏത് മുജാഹിദ നാണിൽ നിങ്ങൾക്ക്, ഉളുപ്പിൽ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിനെ കേട്ടോളി നിങ്ങൾ. ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇതാണ് ആ വ്യവസ്ഥ. അപ്പുറത്ത് കായക്കൊടി അനുസവടുള്ള അപ്പുറത്ത് സക്കരിയ വിഭാഗമാണ്. ഞാൻ വേറെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ബാലുശ്ശേരിയിൽ നിന്നാണല്ലോ. ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല, പൊതുജനങ്ങൾക്ക് അറിയാം. അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോ ദുർബല ഹദീസിന് മന്നക്കൽ ബിത്തി ഹദഖലൽ ജന്നാണ് ഒരു വാദപ്രയോഗം നടത്താം. പത്തൊക്കെ കഴിച്ച സ്വർഗത്തിൽ പോകും, ഒരു ദുർബല ഹദീസ്. നമ്മൾ വാദപ്രയോഗം നടത്താം, പത്തൊക്കെ കഴിച്ച സ്വർഗത്തിൽ പോകൂലേ? അതെന്ത് വാദപ്രതിവാദമാണ്? മാനക്കേടാണത്. ഒരു ദുർബല ഹദീസിന്റെ ആശയം എന്താന്ന് വാദപ്രയോഗം നടത്താൻ വെച്ചാൽ നാണില്ല നിങ്ങൾക്ക്. ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ പോവാ. നിങ്ങൾ ഏത് മുജാഹിദാ? ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ വന്നിരിക്കുന്നു. നാണില്ല നിങ്ങൾക്ക്? അപ്പോ ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം അല്ല ഇവിടുത്തെ വാദപ്രതിവാദം. ദുർബല ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുന്നവരല്ല ഞങ്ങൾ. ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുക, അത് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടന്നിട്ട്, അത് ഒരിക്കലും ശരിയല്ല. സഹോദരങ്ങളെ കേട്ടോ, ഇതാരാ നെഞ്ഞത്തേക്കാ? ഇതാരാ നിന്നേക്കത്തെ? കൊച്ചിക്കാര് പൊറുക്കുവോ? കെ ഉമർ മൗലവി സാഹിബിന്റെ എന്നോടാ ചോദിച്ച്, ഏത് മുജാഹിദങ്ങള്? നാളല്ലേ നിങ്ങൾക്ക്? ഉമർ മൗലവി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മനസ്സിലായോ? ഉമർ മൗലവി യാ ഇബാദല്ലാഹ് ചർച്ച ചെയ്തു, സെൽസബിയില് പാലത്ത് അബ്ദുറഹിമാൻ മദനി ചർച്ച ചെയ്തു, KP മുഹമ്മദ് മൗലവി ചർച്ച ചെയ്തു, ലോകത്തിലെ സലഫി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ദുർബല ഹദീസാണ്, തള്ളിക്കളയല്ല. ഇത് കണ്ടോ? KJU ചർച്ച ചെയ്തു. KJന്റെ MM അതിനോടാ ചോദിക്കണേ, നിങ്ങൾ ഏത് മുജാഹിദാണ്? നിങ്ങൾക്ക് നാണല്ലേ? ദുർബല ഹദീസായിട്ട് വന്ന് നാണല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ വാദപ്രതിവാദം ചർച്ച ചെയ്യണ്ടേ? അത് മൂപ്പര് പറയുന്നുണ്ട്, പുഴക്കര വെള്ളത്തിൽ മുങ്ങല്, വെള്ളത്തിൽ കുളുക്കുളാക്കല്, വാദപ്രതിവാദം. ഏത് മുജാഹിദാ നിങ്ങൾ? നിങ്ങൾ ഏത് മുജാഹിദാ? ഇത് കണ്ടോ? നോക്കി, ഞാൻ വായിച്ച് കളിപ്പിച്ചുതരാം. 26/12/2001 കേരള ജമിയത്തുൽ ഉലമയുടെ ദൗർദയുടെ നിർദ്ദേശപ്രകാരം അടിക്കട വാക്യം പറഞ്ഞുതരാം. അപ്പൊ രണ്ടൂട്ടർ അങ്ങോട്ടും കൊണ്ട് ചോദിക്കുക, ഏത് മുജാഹിദാങ്ങള്? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഏത് മുജാഹിദാങ്ങള്? അണികളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങോട്ട് രക്ഷപ്പെട്ടാളി. കാരണം ഓരണ്ടാൾ അങ്ങോട്ടും കൊണ്ട് ചോദിച്ച് കളിച്ചോട്ടെ. കാരണം അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നാൽ അതിന് അസ്രായിലും ഇല്ലല്ലേ, ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. ഇതെല്ലാം പറയുമ്പോ ശ്രദ്ധിച്ച് പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഭരണമെന്നൊരു പ്രതിഭാസം വരാനില്ലേ? ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും. കായക്കൊടിക്കാരാ, കായക്കൊടിയെ കൊണ്ട് പ്രസംഗിപ്പിച്ച മൗലവിമാരെ യാ ഇബാദല്ലാഹ് എന്ന് ഒരാൾ വിളിച്ചു വിജനപ്രദേശത്ത് വെച്ച്. അള്ളാന്റെ റസൂലല്ലേ വിളിക്കാൻ പറഞ്ഞത്? അല്ലേ? ഇദാ അളല്ല അഹദുക്കും ശൈആ ഔ അറാദ അഹദുക്കും മൗനാ വഹുവ ബിഅർദിൻ ലൈസ ബിഹാ അനീസ് ഫല്യഖുൽ യാ ഇബാദല്ലാഹ് യഗീസുനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും. ത്വാഹ റസൂലുള്ളാഹി. നിങ്ങളൊരു വിജനപ്രദേശത്ത് വിട്ടുപോയാൽ നിങ്ങളെ വിളിക്കണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അള്ളാന്റെ അടിമകളെ, ശിർക്കാണെന്നല്ലേ കായക്കൊടിയുടെ വാദം? ആ സംഘാടകരുണ്ടാവില്ല ഇവിടെ. മറുപടി പറയുമ്പോ ഞങ്ങളെങ്ങൾ തൃപ്തിപ്പെടുത്തണ്ട, നിങ്ങളെ സംഘാടകരെങ്കിലും ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ? അത് നിങ്ങളൊരു ബാധ്യതയല്ലേ കായക്കൊടിക്കാരാ? ഞങ്ങൾ ഒരേ ഒരു ചോദ്യമുണ്ട്, അത് ഞങ്ങളെ ചോദ്യമല്ല, ബാലുശ്ശേരി അടക്കം ചോദിച്ചതാണ്.
യാ ഇബാദല്ലാ എന്ന വിളി ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതൻ നിങ്ങൾ കൊണ്ടുവരി. ഞാൻ ഇവിടെ വെച്ച് വാക്ക് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചു തരാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? യാ ഇബാദല്ലാ എന്ന് വിളിച്ച ശിർക്കാന്ന് പറഞ്ഞ ഏത് നിങ്ങളെ ഈ ലോക്കൽ പണ്ഡിതൻ ഉമർ മൗലിയാവൊന്നും പറ്റൂല. അത് ആർക്ക് വേണം? ആധികാരിക പണ്ഡിതന്മാര് പറഞ്ഞതുണ്ടോ? കൊണ്ടുവാ. അപ്പൊ ഇമാമിങ്ങൾക്കൊന്നും തിരിയാത്തവർ ശിർക്കാർക്ക് തിരിഞ്ഞത്? മുജാഹിദേ, ഇന്ന് രാത്രി ഉറങ്ങുമ്പോ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. പാവപ്പെട്ട ഞാൻ വരും മഹ്ശറയിൽ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വരും. ബഹുമാനപ്പെട്ടവർ വിളിച്ചതാ യാ ഇബാദല്ലാഹ്. നബവി ഇമാം വരും, അവരും വിളിച്ചതാ. തബറാനി ഇമാം വരും, അവരും വിളിച്ചതാ. ലോക ഇമാമിങ്ങളെ മുശ്രിക്കാക്കി നിങ്ങൾ അല്ല വിടുമോ? കായക്കൊടിയോട് ഈ ചോദ്യം ഞങ്ങളെ ചോദ്യമല്ല, മുജാഹിദുകളുടെ പുതിയ ചോദ്യമാണ്. കേട്ടോളൂ, ബാലുശ്ശേരി തന്നെ ആ ചോദ്യം ഉന്നയിക്കുന്നു. പണ്ഡിതന്മാര്, ഞാൻ നിങ്ങളെ വെല്ലുവിളി കൊണ്ടുവരും. നിങ്ങൾ ഏത് ജമിയത്തുലമേ? ഞാൻ ജമിയത്തുലമെന്നല്ല, ഞാൻ ഒരു ലോക്കൽ പ്രാസംഗികൻ. അങ്ങനെ കൂട്ടിക്കോളി, ഇനി അത് ക്ലിപ്പിംഗ് കിട്ടോളി. ലോക്കൽ പ്രാസംഗികനാണ്. അപ്പൊ ജനങ്ങൾ കാര്യം മനസ്സിലായിക്കോളൂ. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, ലോകത്ത് നിങ്ങൾ ഹദീസ് ലൈഫാന്ന് ഖുർആൻ പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, ഹദീസ് പറഞ്ഞിട്ട് വിശ്വസിച്ചല്ല, പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിച്ച എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ആ ഹദീസിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സലഫി പണ്ഡിതർ ഉദ്ധരിക്കും. ആ ഹദീസിൽ ശിർക്കില്ല എന്നും അവർ തന്നെയാ പറഞ്ഞു. എങ്കിൽ ഈ മൂന്ന് കാര്യം രണ്ടെണ്ണം. എന്നിട്ട് ഇപ്പോഴത്തെ വാദം എന്താ അറിയോ? ഹദീസ് ലൈഫാണെന്ന് പറയാൻ ഇൽമ ഞമ്മക്കില്ല, പക്ഷെ അതിൽ ശിർക്കുണ്ടോ എന്ന് പറയാൻ ഇൽമ ഓൽക്കില്ല. അത് ഞങ്ങൾക്കുള്ളത്. ഏത്? ഞങ്ങൾക്ക് മൂന്നാക്ക് മാത്രമേ 1200 വർഷത്തിന്റെ ഉള്ളിൽ ഒരു കാര്യത്തിൽ. ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ വാദ. മൗദൂദി പറഞ്ഞെന്താ? 13 നൂറ്റാണ്ട് കാലം ലോകത്ത് യഥാർത്ഥത്തിൽ റുബൂബിയത്തിലെയും ഉലൂഹിയത്തിലെയും അസ്മാഉ വസിഫാത്തിലെയും മാത്രമല്ല ഹാക്കിമിയത്തിലെ ശിർക്കിനെ കുറിച്ച് 13 നൂറ്റാണ്ടിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തിരിഞ്ഞില്ല എന്നാണ് ആര് പറഞ്ഞത്? ഇപ്പതാ ആ മൗദൂദിയെ പിൻപറ്റിക്കൊണ്ട് മൂന്നാളുകൾ ഞങ്ങൾക്കേ ശിർക്ക് തിരിയും. ലൈഫ് സയ്യോ അതുപോലെക്കൊക്കെ തിരിയുള്ളൂ. എങ്കിൽ ഇപ്പൊ പറയുന്ന അങ്ങനെയാ. ഇപ്പൊ പറയുന്നത് എന്താണ്? അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാവുമല്ലേ എന്ന് തിരിച്ചറിയും. ഹനീഫ് കായക്കൊടിക്ക് തിരിച്ചറിയും. ഇബ്നു ഹജർ അസ്ഖലാനി അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് മൂപ്പരക്കുണ്ടോ? അപ്പൊ ഇമാം മുത്തബി സുന്ന മഹാനായ ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അയ്യേ മൂപ്പർക്ക് ശിർക്കൊന്നും തിരിയില്ല. അതുകൊണ്ടല്ലേ മൂപ്പര് ജിന്നിനെ വിളിച്ച് ദ്വയർന്നോട്ടെ. അയ്യടാ എന്താ മൊഞ്ചി. അമ്മഹാന്റെ കാട്ട് തട്ടിയ പ്രദേശത്ത് നിൽക്കാൻ യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു ഉച്ചന്റെ മുമ്പ് ഒന്നെടുത്തിട്ട് രാത്രി മഗ്‌രിബ് വരെ ഒന്നെടുത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് സ്കരിക്കാൻ. 8 ലക്ഷം ആളെ മയ്യത്ത്. KJന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ ഉമരി സാഹിബ്, അദ്ദേഹം സെൽസബിൽ എഴുതിയ ഒരു ലേഖനുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച്. ഇവിടെ കിട്ടി വായിച്ചാളി, കോപ്പി ചേർത്ത് ഞാൻ തരുന്നുണ്ട്, ഒന്ന് വായിച്ച് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇമാം നബിയോ ഏത് നബി? എന്നോടൊരു പണ്ഡിതൻ ചോദിച്ചാ മുജാഹിദ് സെന്ററിന് എന്തോ ഒലക്കമ്മല അഹമ്മദ് ബിൻ ഹംബൽ നിഷേധിക്കട്ടെ, മുബാഹലക്ക് വിളിക്കും ഞാൻ. എന്തോ ഒലക്കമ്മല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അതൊരു ജമിയത്തുലമന്റെ പണ്ഡിതനാ. മനസ്സിലായിക്കോളി. അപ്പൊ എവിടേക്ക് എത്തിച്ചു ഈ കൗമിനെ നിങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ടോളി. എന്നോട് ദേഷ്യം പിടിക്കണ്ടാവൂല്ലേ? എന്നോട് ദേഷ്യം പിടിക്കണ്ട. നിങ്ങൾ ദേഷ്യം പിടിക്കണ മുമ്പ് പറയാന്നല്ല തീരുമാനിച്ചതാ. ദേഷ്യം പിടിക്കണ്ട. പക്ഷെ ആ ചോദ്യം നിങ്ങൾ ബാലുശ്ശേരിക്കാരനോട് ചോദിക്കണം. അഹ്മദ് ബിൻ ഹംബലിന്റെ കാറ്റ് തട്ടിയെടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. കറക്റ്റ്. 10 ലക്ഷം ഹദീസ് അവനെ പടാക്കിയത്. 10 ഹദീസ് ഇവിടെ ഒന്നൊന്ന് പറയൂ, കായ്ക്കൊടി തെറ്റില്ലാതെ സനതടക്കം പറയുമോ? എന്നിട്ട് ആ അഹ്മദ് നമ്മൾ പറയാ, ഞാൻ ഹജ്ജിന് പോയി, എനിക്ക് വഴിയറിയുന്നില്ല, ഞാൻ വിളിച്ചു യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണം. അഹ്മദ് ഹംബൽ തങ്ങൾ മുശ്രിക്കാണെന്നാണ് നിങ്ങളെ വാദം. കായ്ക്കൊടിയെ കൊണ്ടുവന്നില്ലേ നിങ്ങൾ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കും, കായ്ക്കൊടി മുവഹിദും. ആ സ്വർഗങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കായ്ക്കൊടി സ്വർഗത്തിലേക്ക്, അഹ്മദ് ബിൻ ഹംബൽ നരകത്തിലേക്ക്. മക്കളെ, ആ സ്വർഗത്തിന്റെ പേരാ നരകം. മനസ്സിലായോ? ഇമാമിയങ്ങളില്ലാത്ത സ്വർഗം. ഇത് ഞങ്ങളല്ലല്ലോ പറയും, നിങ്ങൾ തന്നെ പറയില്ലേ? നിങ്ങൾ അതൊന്ന് കാണിക്ക്. ആ വ്യവസ്ഥ ഞാനൊന്നുകൂടി കാണിച്ചില്ല. ഇനിത് സക്കരിയാനുകൂലികൾ നേരത്തെ പറഞ്ഞ നാദാപുരത്ത് ഇവർ തമ്മിൽ നടന്ന വാദപ്രതിവാദത്തിന്റെ കരാർ, അത് കരാർ ഇല്ലാതെ പിരിഞ്ഞു പോയി. അവസാനം തച്ച് പിരിഞ്ഞതാ. കാരണം ഒരാൾ പുഴക്കരിന്ന് കയറുന്നില്ല, ഒരാൾ യായിബാദ വിടണില്ല. അതാണ് അവസ്ഥ. മുജാഹിദുകളെ ആകെ കലങ്ങി മറിഞ്ഞു ഇത്. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിന്റെ പ്രഖ്യാപനം, ഇതാണോ നിങ്ങളുടെ നവോത്ഥാനം, ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞത് വെറുതെയല്ല.
നോക്ക്, ഞങ്ങളെ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ പറഞ്ഞത് അടുത്ത പ്രഭാഷകന് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളതോ തിരുത്താതെ ഏതെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങൾ പറയണം, ഞാൻ വരിക്ക് കൊണ്ടുവരും. നേതാ ഇന്നലെ വരെ കായക്കൊടി അംഗീകരിച്ച ആളായാണ്. ഈ കുട്ടികൾ ഇപ്പൊ സക്കരിയാക്കളിൽ പെട്ടുപോയി. ചോദിക്കുകയാണ് കായക്കൊടിയോട്. ആ ചോദ്യങ്ങളൊന്നും കേട്ടോ. ചെറിയ മുണ്ടത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടാവും. ഉമർ മൗലവിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുമ്പുള്ള പണ്ഡിതന്മാരുടെ നിലപാടിനെതിരായി ഈ വിഷയത്തിൽ അതിന് വ്യതിയാനം സംഭവിച്ചത് നിങ്ങൾക്കാണ്. അത് തെളിയിക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാണ്. പിന്നെ താടി പോലുള്ള പ്രകോപനപരമായ വിഷയങ്ങളൊന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് ഉദ്ദേശിക്കുന്നില്ല. അനസ് മൗലവി പറയുന്നതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ ഉമർ മൗലവിയിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് എഴുതിക്കോളി. വാദം ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ തെളിയിക്കും. ഈ വാദം എഴുതിക്കോളി. ഉമർ മൗലവിന്റെ വാദത്തിലോ ചെറിയ മുണ്ടത്തിന്റെ വാദത്തിലോ നിങ്ങളുടെ വാദമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിൽ നിങ്ങൾക്ക് തെളിവുണ്ട്. ഷിർക്കില്ല എന്നാണ് ഷിർക്കാണ് എന്നാണ് അവർ പറഞ്ഞത് എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതിക്കോളി, ഞങ്ങൾ തെളിയിക്കും. ഷിർക്കല്ല എന്ന് പ്രസംഗിച്ച ആളുകൾ, എവിടെ ഷിർക്ക് എന്ന് ചോദിച്ച ആളുകൾ, അവരിപ്പോ വന്ന് ഷിർക്കാണെന്ന് പറയുമ്പോ കോഴി അയലുമക്കാരിയെ പോലെ ഷിർക്കും തൗഹീദും മാറ്റുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതിന് ഗുരുത്തക്കേട് എന്ന് പേരിട്ടാലും ഇനി എന്ത് പേരിട്ടാലും അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരണം. എന്തുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾ ഷിർക്കല്ല എന്ന് പറഞ്ഞ ഷിർക്കാണെന്ന് പറഞ്ഞത്? ചെറിയ മുണ്ടത്തിന്റെ വാദം ന്യായീകരിച്ച് പ്രസംഗിച്ച ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഉമർ മൗലവി നിങ്ങൾക്ക് തെളിവുണ്ട്, നിങ്ങൾ എടുത്തോളി എന്നല്ല പറഞ്ഞത്. അതിൽ തെളിവുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന്, ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണം. ഈ വിഷയം ഉമർ മൗലവി നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാർ ഉമർ മൗലവി അടക്കമുള്ള, ചെറിയ മുണ്ടം അടക്കമുള്ള, നിങ്ങളടക്കമുള്ള നിങ്ങളുടെ പഴയ നിലപാടടക്കമുള്ള നിലപാടുകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിലായിരുന്നു, മുജാഹിദുകളെ സാക്ഷി നിർത്തിയായിരുന്നു. അന്ന് ആരും അതിനെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. അത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ KC അബ്ദുള്ള മൗലവി പുറത്തുപോയി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുഹമ്മദ് അലി ഹാജി പുറത്തുപോയി പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്ന് മാന്യത പുറത്തുപോയി പറയലാണ് എന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ KM മൗലവിയുടെ തൗഹീദിൽ വ്യതിയാനം വന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് അലി ഹാജിക്ക് തോന്നിയപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ട് അത് പറയാനല്ല മുഹമ്മദ് അലി ഹാജി ശ്രമിച്ചത്, KC അബ്ദുള്ള മൗലവി ശ്രമിച്ചത്. അവർ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വേറെ സംഘം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിലാണ് മുജാഹിദുകൾക്ക് തൗഹീദിൽ പയച്ചിട്ടുണ്ട്, അവർ ശിർക്കിലാണ് എന്നുള്ളത് അവർ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ പണ്ട് പറഞ്ഞിടത്ത് തന്നെ ഞങ്ങളുള്ളത്, ചെറിയ മുണ്ട പറഞ്ഞിടത്താണ് ഞങ്ങളുള്ളത്, ഉമർ മൗലവി പറഞ്ഞിടത്താണ് ഞങ്ങളുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്, ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉമർ മൗലവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. ചെറിയ മുണ്ട ഈ വാദത്തിന് നിങ്ങൾ വ്യവസ്ഥ എഴുതണം, സംവാദത്തിൽ ഉദ്ധരിക്കണം. അതുപോലെ തന്നെ ചെറിയ മുണ്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉദ്ധരിക്കണം. അത് മടവൂരിയായതിനു ശേഷം എഴുതിയതല്ല, മടവൂരിയാകുന്നതിന് മുമ്പ് ബഹുമാനനായ അനസ് മൗലവിയുടെ പ്രസംഗത്തിൽ തന്നെ ഉള്ളത് 80കളിൽ എഴുതിയതാണ്. അന്ന് KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിപ്പുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്ത് ചെറിയ മുണ്ടം നോട്ടീസ് ഇറക്കിയതല്ല പേര് വെച്ചിട്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ മാസികയിൽ ഷബാബിൽ ഫത്വയായി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് തന്നെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തമ്പാത്തിൽ കാണാം. നിങ്ങൾ ആ വിഷയത്തിൽ വ്യവസ്ഥ എഴുതാൻ തയ്യാറാവണം. ഇതിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അസ്സലാമു അലൈക്കും. എന്തായി നിങ്ങളെ തൗഹീദ് കുട്ടിച്ചോറായിട്ട് ലാസ്റ്റ് കുട്ടികൾ സംവാദത്തിന് വെല്ലുവിളിക്കുക. കായ്ക്കൊടിയോടി പറയാ, പുറത്തു പോയിട്ട് പറയണോ? നിങ്ങൾ നോക്കൂ ഒരു അവസ്ഥ. ഇനി സമ്മേളനത്തിന്റെ അവസ്ഥ കൂടി കേൾക്കണം നിങ്ങൾക്ക്. മുജാഹിദ് സമ്മേളനത്തിന്റെ അത് കൂടി കാണിച്ചു തരാം. യാ ഇബാദ് എന്നുള്ള ഹദീസ് തന്നെ സംവാദത്തിൽ നടന്നത്. ഈ സമ്മേളനത്തെ മുജാഹിദ് ബാലുശ്ശേരി അവലോകനം ചെയ്തെന്താ അറിയാം? മുശ്രിക്കാക്കൽ സമ്മേളനം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സമ്മേളനം? അയഞ്ഞിലത്ത് നമ്മളെ ഈ പാടത്ത് വയലത്ത് നടത്തിയില്ലേ ഒരാഴ്ച മുമ്പ് മുജാഹിദ് സമ്മേളനം? മുജാഹിദുകളെ ഒരുപക്ഷേ നിങ്ങളുടെ ചരിത്രത്തിലെ അവസാനത്തെ സമ്മേളനമായിരിക്കും അത്. ഞാൻ വെറുതെ പറയല്ല. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു ഒരു പരാജയമാണ്, ഇത് മുശ്രിക്കാക്കൽ സമ്മേളനമാണ്. യാ ഇബാദുള്ള അതിൽ നിറഞ്ഞു നിന്നു. ഞങ്ങളെ വിഷയം ഞങ്ങൾ ക്ലിയർ ചെയ്തു. ഞങ്ങൾക്കതേ പറയാറുണ്ടായിരുന്നു. കേരള യാത്രയിൽ അല്ലെങ്കിൽ
പിന്നെ ഞങ്ങളെ സമ്മേളനത്തിൽ അമുസ്ലിം സഹോദരങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമാക്കിയല്ലോ അല്ലേ? അതൊക്കെ ഞങ്ങളുടെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം ഉണ്ടാകുമ്പോഴും അത്തരം സന്ദേശങ്ങളും അവർ വരും. അത് നമ്മൾ അവരെ അംഗീകരിച്ചിട്ടല്ല, നമ്മൾ പറയുന്ന കാര്യം അവര് കൂടി അംഗീകരിച്ചു വരിക. മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട ക്രിസ്ത്യൻ പുരോഹിതന്മാര് വന്നത്. അവർ വന്നിട്ട് യേശുവിനെ വിളിക്കണം എന്നല്ല ഞങ്ങളോട് പറഞ്ഞ്. മനസ്സിലായോ? അത് ഇന്നലെ ഇപ്പൊ മർക്കസ് സമ്മേളനത്തിൽ ആരാ വരാത്തത്? എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. അവര് സ്ഥാപനത്തെ പരിചയപ്പെട്ടു, ഉസ്താദ് ചെയ്യുന്ന നന്മകൾ അവർ പറഞ്ഞു. നമ്മളെ പ്രധാന വിഷയം ആദർശാണ്. അതേ പി ഉസ്താദ് പറയേണ്ടടുത്ത് പറഞ്ഞു. അതല്ലേ സമ്മേളനം അല്ലേ? നിങ്ങളെ സമ്മേളനം എന്താണ് ഇയാൾ പറയുന്ന കേട്ടോ? അത് മുശ്രിക്കാക്കൽ സമ്മേളനം. ഒരു സമ്മേളനത്തിന് അയാൾ കൊടുത്ത പേരാണ്. വെച്ചോടുക്ക്. ഈ സമ്മേളനം എത്ര മുവഹിദുകളുണ്ടോ ഓല മുശ്രിക്കാക്കി മുശ്രിക്കലിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന സന്ദേശം അല്ലേ? അതല്ലേ ഈ പ്രാവശ്യം നടന്നത്? അല്ലേ? എല്ലാ പട്ടണത്തിലും ചെന്ന് മുവഹിദുകളെ മുശ്രിക്കാക്കി. ഇതാ സമസ്തക്കാരെ നിങ്ങളെ കൂടെ കുറച്ച് ആൾക്കാരെ മുജാഹിദിന് ഞങ്ങൾ തരുന്നു. ഈ പ്രാവശ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഈ പ്രാവശ്യത്തെ എനർജി എന്തായിരുന്നു? ഈ പ്രാവശ്യം സമ്പന്നന്മാര് പൈസ ചെലവഴിച്ചെന്തിനാ? എന്തിനാ വലിയ കാറുകൾ കൊടുത്തത്? മക്കളെ കുറെ മുവഹിദുകളെ മുശ്രിക്കാക്കി. നമ്മൾ ഈ സമ്മേളനം മുശ്രിക്കാക്കൽ സമ്മേളനമാണ് മുവഹിദുകളെ എന്നല്ലേ പറഞ്ഞത്? നാവുകൊണ്ട് പറഞ്ഞത് അല്ലേ? അതെ. എന്നിട്ട് തികയുന്നുണ്ടോ? അതായത് രാത്രി 12:30 ആയിട്ടു അടുത്ത ആളെയും കൂടി മുശ്രിക്കാക്കിയിട്ട് അവസാനിപ്പിക്കല്ലേ എന്ന് ചെവിയിൽ ചോദിക്കുകയാണ്. എന്നിട്ട് 12:30, 12:45, 1:30, 1:45 അങ്ങനെ ഇങ്ങനെ ആയിരുന്നില്ലേ? ജാമ്യയിലും തൃശ്ശൂരും ഒക്കെ 1:45 തൃശ്ശൂരൊക്കെ നടന്നത്. ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആർ തട്ടകത്തിക്കുക, ഏവനാടാ ആരാടാ എന്ന്. ഇതാ ഇസ്ലാഹി പ്രസ്ഥാനോ? എനിക്ക് വേദനയുണ്ടെന്നൊക്കെ പറയേണ്ടി വന്നതിൽ വേദനയുണ്ട്. പക്ഷെ മുജാഹിദായി പോയല്ലോ. എന്തിനാ മക്കളെ, എന്തിനാ നിങ്ങൾ വേദനിക്കുന്നത്? മുജാഹിദായി പോയല്ലോ. നിങ്ങളായതുകൊണ്ട് ഒഴിവായ റെഡിയാവൂലേ? ഇത് ആജീവാനെന്ന മെമ്പറായതാണോ? ഇതല്ലേ ഞങ്ങൾ പറയുന്നത്? ഇനി സമ്മേളനം തുടക്കത്തിലെ പരാജയമായിരുന്നു ബാലുശ്ശേരി. കാരണം സാധാരണ സമ്മേളനത്തിൽ നടക്കുന്നൊന്നും നടന്നിട്ടില്ല. കാരണം ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഇവരൊരു സമ്മേളനം ആകുമ്പോൾ എല്ലായിടത്തും ചെന്നിട്ട് ഇങ്ങനെ പറയും, ഏത് ഇർത്തകപത്തും എല്ലാം പാടില്ല. ഇക്കുറിയാ നടന്നില്ല. കാരണം ഇവരമ്മല്ല തല്ലാ നടന്നത്. അതില് ഇതാ ബാലുശ്ശേരി എന്റെ സങ്കടം പറയട്ടെ. സമ്മേളനം ഞാനത് അവലോകനം ചെയ്തുതരാം. പറവക്ക് ഈ സമ്മേളനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. നിങ്ങളാ മറുപടി പറയേണ്ട. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നമ്മൾ ദഅവത്ത് എത്തിച്ചിരുന്നു മറ്റെല്ലാ സമ്മേളനങ്ങളും. അതുണ്ടായോ? നമ്മുടെ ഏതൊരു പ്രമേയവും അമുസ്ലിങ്ങൾക്ക് വിശദീകരിക്കാതെ തന്നെ ഗ്രഹിക്കാൻ സാധിച്ചു. ഈ പ്രാവശ്യം അതുണ്ടായോ? നമ്മുടെ സമ്മേളനം ദഅവത്തായി മാറിയിരുന്നു. അത് ഈ തവണ ഉണ്ടായില്ല. സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി വന്നിരുന്നു സമ്മേളനത്തിന്റെ വിശദീകരണം കാരണത്താൽ. ഇനി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനമായി ചില കാര്യങ്ങളാണ് പറയുന്നത്. AP സുന്നികൾ നമുക്കെതിരെ തൗഹീദ് അചഞ്ചലമാണ് എന്ന് പറഞ്ഞ് കോഴിക്കോട് നൗഷാദ് ഹുസൈനി പ്രസംഗിച്ചു. ആരാ മറുപടി പറഞ്ഞത്? ആരാ? വലിയ നേതാക്കന്മാരെ വന്നായി അല്ല, മൊയലിനെ പിടിച്ചു പുറത്തിട്ട മാതിരി പുറത്തിട്ട സക്കരിയ സുലൈ അല്ലേ? നെഞ്ചൂക്കോടെ നമ്മൾക്ക് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് ഒന്നുകൂടെ? പിന്നെ അതും അഹ്സനിക്ക് മറുപടി കായക്കൊടി ഇവിടെ പറഞ്ഞില്ല. മറുപടി പോലമ്പിലാണ് പേരമ്പഴുത്തും. അതാണ്ടായത്. എന്നിട്ട് ഇയാൾ കൃത്യമായി പറയുന്ന ഒന്നുകൂടി കേൾക്കാം. സമ്മേളനം തുടങ്ങുന്നതിന്റെ മുമ്പ് സമ്മേളനം പരാജയമാണെന്ന് മുജാഹിദികൾ തന്നെ പ്രഖ്യാപിച്ചു. ഞാൻ പറയും, നിങ്ങൾ ഇതൊക്കെ കേട്ട് നന്നാകണം. ലാസ്റ്റ് ഒരു സമ്മേളനം നടത്തിയതിന്റെ കോരാപ്പതി എവിടെ ഇനി ക്ലിക്കാകുക? ആദർശം ഒലിച്ചുപോയി, യായ്പാതത കൊണ്ട് നശിച്ചു. സമ്മേളനത്തിലും വന്നു യായ്പാതത. ഇത് വല്ലാത്തൊരു യായ്പാതതയല്ലോ. സമ്മേളനത്തിലോ സെൻസറപ്പിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇയാൾ ഇത് ഒരു അവസരം കൂടി ആക്കി കൊടുക്കാം സമ്മേളനത്തെ അവലോകനം ചെയ്യാൻ. പറയട്ടെ. ഇല്ല, എന്തിനാണ് നമുക്ക് സംഘടന? അത് നമ്മൾ ഇന്ന് അറിയാതെ പോകുന്നു. സംഘടനയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, സുബൈർ മങ്കട സംഘടനയെ എതിർത്ത് പ്രസംഗിച്ച കൂട്ടത്തിൽ ഇസ്ലാമിൽ സാൽവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു.
ഇല്ലേ? ഇസ്ലാമിൽ സാൽവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ചങ്ങരംകുളം സമ്മേളനത്തെ വിമർശിച്ചു. സമ്മേളനം ഇസ്ലാമികമാണോ വിദ്യത്താണ് എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ പണ്ഡിതന്മാർ തല ഉയർത്തി നിന്നുകൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിനല്ല, അല്ല, അതിന്റെ ഇടയിൽ നടക്കുന്ന എത്രയോ ചെറുതും വലുതുമായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക ദഅവത്താണ് ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം. സമ്മേളനത്തിന്റെ 4 ദിവസമല്ല പ്രധാനം. സമ്മേളനത്തിലേക്ക് വരുന്ന നാൾ വഴികളിൽ നമ്മുടെ എല്ലാവരും ഒന്നിച്ച് നടത്തുന്ന ദഅവത്താണ് പ്രധാനം. എന്റെ ഓർമ്മകളിൽ 27 കൊല്ലമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പ്രസംഗവേദികളിൽ ചെറുതും വലുതുമായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ ഓർമ്മകളിൽ ഫറൂഖ് സമ്മേളനത്തിന് ശേഷമുള്ള സമ്മേളനങ്ങളിലെല്ലാം കുറ്റിപ്പുറവും പാലക്കാടും അവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്മൾ ചങ്ങരംകുളം വരെ നടത്തിയ സകല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമ്മേളനത്തിനെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ ഞാൻ ആ സമ്മേളനത്തിലെ ശനിയാഴ്ച ദിവസത്തിലെ പ്രഭാഷകനായി മായിൻകുട്ടി മേത്തർ, ശേഷം എനിക്കുമായിരുന്നു വരെ പ്രഭാഷണത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നത്. എനിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. എന്തേ കാരണം? ഓടി നടന്ന് സംഘടനയുടെ ബാനറുകൾ കെട്ടി, സംഘടനയുടെ ബോർഡുകൾ കെട്ടി, സ്റ്റേജുകൾ കെട്ടി നാം ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു. അമുസ്ലിങ്ങൾ ഒഴുകുകയായിരുന്നു. അതേ സത്യനിഷേധികൾ നമ്മുടെ ആദർശത്തിലേക്ക് വരികയായിരുന്നു. സമസ്തക്കാർ നമ്മളിലേക്ക് ഒഴുകുകയായിരുന്നു. നമ്മളെ തെറ്റിദ്ധരിച്ചവർ ഒഴുകുകയായിരുന്നു. നമ്മുടെ സമ്മേളനങ്ങളെല്ലാം അതാണ്. ദൈവത്തില്ലാത്ത ഒരേ ഒരു സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നു. പ്രബോധനമില്ലാത്ത ഒരേ ഒരു സമ്മേളനം എന്റെ ഓർമ്മകളിൽ ഇവിടെ നടക്കാൻ പോകുന്നു. അതേ ഒരു പ്രമേയ വിശദീകരണം നിങ്ങൾ അറിയണം. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ ഒരു കേസറ്റ് ഉണ്ടോ? ഇന്നത്തെ നേതാക്കന്മാരിറക്കിയ ഒരു പ്രചരണ കേസറ്റ് ഉണ്ടോ? സാൽവേഷൻ നമ്മൾ ഇറക്കിയ എത്രയെത്ര കേസറ്റുകൾ, ഓരോ കവലകളിൽ നാം ഇട്ടിരുന്ന പ്രഭാഷണങ്ങൾ എവിടെ? എവിടെ ആദർശ പ്രബോധനം? എവിടെ? നമ്മൾ എന്തിനാ ഇത്? സംഘടനയ്ക്ക് വേണ്ടി സംഘടനയാണോ? ഞാൻ ഇന്നലെ എന്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ആദർശമാണോ വലുത്, സംഘടനയാണോ? അയാൾ എന്നോട് പറഞ്ഞത് സംഘടനയും ആദർശവും. അയാൾക്ക് ആദർശത്തിന് മുൻഗണന പോലും കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ അയാളുമായി സംസാരിച്ച 1 മണിക്കൂറിൽ ആദർശമാണ് വലുത്, അതിന്റെ താഴെയാണ് സംഘടന എന്ന് പറയാൻ അയാൾക്ക് സാധിച്ചില്ല. അതെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആദർശത്തെക്കാൾ വലുത് സംഘടനയാണെന്ന് പ്രസംഗിച്ച മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. അപ്പോ സഹോദരന്മാരെ, ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ഇവര് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി സമ്മേളനത്തിലെ അവസ്ഥ എന്താ? അതും കൂടി കണ്ടോ. ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടായത് കൊണ്ട് പറയല്ല, മറിച്ച് ഈ ഒരു വസ്തുത നിങ്ങൾ അറിയണം. സമ്മേളനത്തിൽ ആരാണ് താരമായത്? ഹുസൈൻ സലഫി. സത്യത്തിൽ ഹുസൈൻ സലഫിയെ ഞങ്ങൾ ഒരുപാട് വീക്ഷിച്ചതാണ്. എന്താ സംഭവം എന്നറിയാം നിങ്ങൾക്ക്? മുജാഹിദ് സത്യത്തിൽ 2ആയി, സക്കരിയാക്കളും അതുപോലെ കായക്കൊടിയുടെ വിഭാഗവും. നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞു. ഒരാളെ മാത്രം പിടുത്തം കിട്ടുന്നില്ല. അയാളുടെ പേരാണ് ഹുസൈൻ സലഫി. അയാൾ സക്കരിയന്റെ കൂടെയാണോ അതോ കായക്കൊടിയുടെ ടീമാണോ? നമ്മൾ അന്വേഷിച്ചു. അയാൾ മനസ്സ് തുറക്കുന്നില്ല. അപ്പൊ അയാൾ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നതാ, സമ്മേളനത്തിൽ നിന്ന് പൊട്ടിക്കാതെ വിചാരിച്ച് കാത്തിരുന്നതാ. അതുവരെ ഓന്തിനെ പോലെ ഇങ്ങനെ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ വരെ അയാൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? നമ്മളെ ഭിന്നിപ്പിക്കാൻ ആരും നോക്കണ്ട, ഞങ്ങളെ സമ്മേളനം നശിപ്പിക്കാൻ ആരും നോക്കണ്ട. ഇപ്പോ ഇത് കഴിഞ്ഞപ്പോ ബാലിച്ചേരി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തായി, നടന്നോ സലഫി? എന്തായി നമ്മുടെ സമ്മേളനം? നോക്ക് നിങ്ങൾ, സലഫിയുടെ പ്രഭാഷണവും മുജാഹിദ് ബാലിച്ചേരിയുടെ മറുപടിയും നിങ്ങളൊന്ന് നോക്കി. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. നടന്നോ? നടക്കൂല എന്ന് ഹുസൈൻ സലഫി ആഗ്രഹിച്ചിട്ടുണ്ടോ? നടന്നോ? കുബുദ്ധികളുടെ ഇത് വിജയിച്ചോ? ഒന്നാം ദിവസം തന്നെ വിജയിച്ചു. ഞങ്ങളവിടെ സമ്മേളനം മുഴുവൻ നോക്കാൻ പ്രത്യേക ജിന്നുകളെ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു.
നിങ്ങൾക്കും കുഴപ്പമില്ലല്ലോ, ജിന്നി വരും, ഇനി കുഴപ്പമൊന്നുമില്ല. സമ്മേളനം കഴിയുന്നതിന് മുമ്പ് 30-ാം തീയതി സമ്മേളനം കഴിഞ്ഞു. 31-ാം തീയതി ഞാൻ കോഴിക്കോട്ട് പ്രസംഗിച്ചു. ഞങ്ങൾ അത് മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഉദ്ഘാടനത്തിൽ തന്നെ നടന്നെന്താ അറിയാം? ഉദ്ഘാടന സമ്മേളനത്തിൽ MES-ന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അയാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ പറഞ്ഞു, മക്കളെ, ഞാൻ പണ്ടേ മുജാഹിദുകാരനാണ്. മുജാഹിദ് തറവാട്ടിൽ പിറന്ന ആളാണ്. അതിനേക്കാളും മുമ്പ് പെരുമയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സംഘടന പണ്ടേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാ. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? പക്ഷേ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ഇബിലീസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കൊടുത്തു സക്കരിയ ടീമിന് മൊത്തം, സക്കരിയ സലായി, ബാലുശ്ശേരി, ഇവർക്കെല്ലാം ജാഹിലികൾ എന്തെല്ലാം പറഞ്ഞാറ്. ജാഹിലികൾ, ഇബിലീസുകൾ, നിങ്ങൾക്ക് അവരെ ജിന്നുകൾ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് അവരെ എന്തും വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം. നിങ്ങളൊന്ന് കേട്ടോ, ഫസൽ ഗഫൂർ എന്ന് പറയട്ടെ. സമ്മേളനം, മുജാഹിദ് സമ്മേളനത്തിന് 1-ാമത്തെ ദിവസം തന്നെ അത് അവര് തന്നെ തന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, അതിൽ റിപ്പീറ്റ് ഉണ്ടാവും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വാക്കും അവർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് MES-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുജാഹിദ് തറവാട്ടിൽ പിറന്ന വ്യക്തിയാണ് ഞാൻ. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദ്യകാലത്തെ 10-12 പ്രസിഡന്റ്മാരിൽ 9 പേരും മുജാഹിദായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ പ്രസ്ഥാനവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വ്യക്തമാണ്. അപ്പുറത്തെ ഭാഗത്ത് ഒരു കൂട്ടം, 2 വശമാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പിടിച്ച് ജാഹിലിയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറ്റിയ പേര് ജാഹിൽ തന്നെ. അവരെ നിങ്ങൾക്ക് ജിന്നെന്നോ ഇബ്ലീസെന്നോ മറ്റു പേര് പല പേര് നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും അവരെ നിങ്ങൾക്ക് ജിന്നെന്നോ ഇബ്ലീസെന്നോ മറ്റു പേര് പല പേര് നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും അത് വേറെ വിഷയം. പക്ഷെ അത് ജാഹിലുകൾ തന്നെ. ആ ജാഹിലുകളെയും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ആ ജാഹിലിനെ കൊണ്ട് മൊത്തം ഈ സംഘടനകൾക്ക്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഔദ്യോഗികമായിട്ട് പ്രമേയം പാസാക്കിയത്. അതായത് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചെറുത്തു നിൽക്കുന്നതിനായിട്ട് ഞങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ നിങ്ങളുടെ CD-കളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഞാനും യൂസഫ് അലി സാഹിബും കാറിൽ CD ഇട്ട് കാണുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളെ പറ്റിയിട്ട്. പണ്ടൊക്കെ നമ്മൾ അബ്ദുൽ ഗഫാർ മൗലവിയെ പറ്റിയിട്ടൊക്കെ കാണാറ്. ഇപ്പൊ അവരെ പറ്റി കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചില സാധനങ്ങളൊക്കെ, അത് കണ്ടാൽ മതി. അപ്പോ ഞാനത് പറഞ്ഞതിന്റെ അർത്ഥം, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 5-ാം പത്തി. ഏതൊരു പ്രസ്ഥാനത്തെയും നശിപ്പിക്കുന്നത് 5-ാം പത്തിയാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ചാലഞ്ചുകളല്ല ഉണ്ടാവാറ്. അപ്പൊ ആ 5-ാം പത്തികളെ സൂക്ഷിക്കുക, 5-ാം പത്തികളെ തിരിച്ചറിയുക, പോരാടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് KNM-ന് വീണ്ടും ഞാൻ പറയാണ്, KNM തറവാട്ടിൽ പിറന്ന എന്റെയും എന്റെ പ്രവർത്തകരുടെ എല്ലാ സഹകരണവും ഞാനിവിടെ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുകയാണ്. 1-ാമത്തെ ദിവസം ഒരാളും ഇടപെട്ടില്ല, ആരും അത് വിശദീകരിച്ചതുമില്ല. ജാഹിലി ഇബ്ലീസും ശൈത്താനായിട്ട് അവിടെ കിടന്നു. 2-ാമത്തെ ദിവസത്തെ അവസ്ഥ കേൾക്കണം നിങ്ങൾക്ക്.